ഹായ് ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാറ്റഗറി കോഡ് 724/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 50/2025 ഡിവിഷണൽ അക്കൗണ്ട് എക്സാമിനകത്ത് മാത്തമാറ്റിക്സ് പാർട്ടിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിനെ നമ്മൾ 6 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. വളരെ ഉയർന്ന നിലവാരം പുറത്തുനിന്ന് മാത്തമാറ്റിക്സ് പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ 40ഓളം ക്വസ്റ്റ്യൻസ് ഒറ്റയുള്ള അപ്ലോഡ് ചെയ്യാൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമ്മൾ 5-6 വീഡിയോസ് ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെ അഭിപ്രായം കൂടി കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഒന്നാമത്തെ ചോദ്യം, the cost of 2 tables and 4 chairs is 16,000 while the cost of 1 table is equal to the cost of the 6 chairs, not years, this is 6 chairs. Find the cost of the 9 chairs. നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? 2 ടേബിളിന്റെയും 4 ചെയറിന്റെയും കൂടെ വില 16,000 രൂപ. കറക്റ്റാ? സോ 2 ടേബിൾ പ്ലസ് 4 ചെയർ എന്ന് പറയുന്നത് 16,000 രൂപ. രണ്ടാമത് കോസ്റ്റ് ഓഫ് 1 ടേബിൾ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് 6 ചെയർ. ഒരു ടേബിളിന്റെ വില എന്ന് പറയുന്നത് 6 ചെയറിന് തുല്യമാണ്. അതായത് 2 ടേബിൾ എന്ന് പറഞ്ഞാൽ 12 ചെയർ ആയിരിക്കും. 12 ചെയർ പ്ലസ് 4 ചെയർ ഈക്വൽ ടു 16,000. അതായത് 16 ചെയർ ഈസ് ഈക്വൽ ടു 16,000, 16,000. 16 ക്യാൻസൽ ആയിപ്പോയി. അതായത് ഒരു ചെയറിന്റെ വില 1000 രൂപ. ഒരു ചെയറിന്റെ വില 1000 രൂപയാണെങ്കിൽ 9 ചെയറിന്റെ വില 9,000 രൂപ. 9 ചെയറിന്റെ വില 9,000 രൂപ. ക്ലിയർ? അടുത്ത ചോദ്യം, 2 into 3 into 7 is the prime factorization of a particular number. Which among the following is the square of that particular number? അതായത് ഒരു നമ്പർ എടുത്തപ്പോൾ നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ, അതായത് HCF കണ്ടുപിടിച്ച് ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 2 into 3 into 7 ആണ്. അങ്ങനെയാണെങ്കിൽ ആ നമ്പറിന്റെ സ്ക്വയർ എന്താവും? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം 98 എന്ന് പറഞ്ഞ നമ്പർ എടുത്താൽ അതിന് നമ്മൾ ഫാക്ടറൈസ് എന്ത് കിട്ടും? 2 times. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 49, 7. ഇതിന് നമ്മൾ എന്ത് എഴുതും? 7√2 എന്ന് ഈ നമ്പറിനെ എഴുതാനായിട്ട് പറ്റും. അതായത് √98 എന്ന് പറഞ്ഞാൽ 7√2 എന്ന് എഴുതാനായിട്ട് പറ്റും. അതേപോലെ ഏതോ ഒരു നമ്പറിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തപ്പോൾ പ്രൈം നമ്പറിലേക്ക് ഫാക്ടറൈസ് ചെയ്തപ്പോൾ 2 into 3 into 7 എന്ന് കിട്ടി. അതായത് ആ നമ്പർ എന്ന് പറയുന്നത് 2 into 3 into 7 തന്നെ ആയിരിക്കും എന്നാണ് അർത്ഥം. അല്ല, കാരണം എന്താ? 98 എന്ന് പറഞ്ഞാൽ എന്തോ 7 into 7 into 2. അതേപോലെ 2 into 3 into 7 ആയിരിക്കും ആ നമ്പർ എന്ന് പറയുന്നത്. സോ 7 3 21, 21 2 42. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ? ആ നമ്പറിന്റെ സ്ക്വയർ എന്ത്? 42ന്റെ സ്ക്വയർ. 42ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1764. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ? അടുത്ത ചോദ്യം, വാട്ട് ഷുഡ് കം ഇൻ ദ പ്ലേസ് ഓഫ് ദ ക്വസ്റ്റ്യൻ മാർക്ക്? ക്വസ്റ്റ്യൻ മാർക്ക് എന്താണ് തന്നിരിക്കുന്നത്? 90 ഡിവൈഡഡ് ബൈ ക്വസ്റ്റ്യൻ മാർക്ക് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 64/729 ഹോൾ റൈസ് ടു -1/3. നമുക്കിവിടെ ആദ്യം ക്വസ്റ്റ്യൻ മാർക്കിന് പകരം നമുക്ക് അതിന് എക്സ് എന്ന് കൊടുക്കാം. ക്വസ്റ്റ്യൻ മാർക്കിന് പകരം എക്സ് എന്ന് കൊടുത്താൽ സ്ക്വയർ റൂട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 64/729. റൂട്ട് 64 എന്ന് പറഞ്ഞാൽ 8 ആണ്. റൂട്ട് 729 എന്ന് പറയുന്നത് 27 ആണ്. സോ നമുക്ക് ഇതിനെ മാറ്റി നമുക്ക് എങ്ങനെ എഴുതാം? 8/27 ഹോൾ റൈസ് ടു -1/3 എന്ന് എഴുതാം. ക്ലിയറാ? ഫൈൻ, ഡൺ. അതായത് നമുക്ക് എന്ത് ചെയ്തു? 8/27 ഹോൾ റൈസ് ടു -1/3 എന്ന് എഴുതി. സോ a റൈസ് ടു -x എന്ന് പറഞ്ഞാൽ 1/a റൈസ് ടു x ആണ്. a റൈസ് ടു -x എന്ന് പറഞ്ഞാൽ 1/a റൈസ് ടു x ആണ്. അതായത് 8/27 ഹോൾ റൈസ് ടു -1/3 ഹോൾ റൈസ് ടു -1/3 നമുക്ക് എന്ത് എഴുതാം? ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കാം. അത് കിട്ടും 1/8/27 ഹോൾ റൈസ് ടു 1/3 എന്ന് എഴുതാം. അപ്പൊ 27 മൺഡേ പോകുമ്പോൾ 27/8 ഹോൾ റൈസ് ടു 1/3 എന്ന് കിട്ടും. എന്ത് കിട്ടി? 8/27 അല്ലെങ്കിൽ 27/8 ഹോൾ റൈസ് ടു 1/3 എന്ന് കിട്ടി. ക്ലിയറാ? ഈക്വൽ ടു 90/x. ഇനി നോക്കിക്കേ, 27 എന്ന് പറയുന്ന 3ന്റെ ക്യൂബാണ്. 8 എന്ന് പറയുന്നത് 2ന്റെ ക്യൂബ്. അപ്പൊ 27ന് പകരം നമുക്ക് 3³ ഹോൾ റൈസ് ടു 1/3 എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ 3/2 ഹോൾ ക്യൂബ് ഹോൾ റൈസ് ടു 1/3 എന്ന് കിട്ടും. 3യും 3യും ക്യാൻസൽ ആയിപ്പോയി. ഇപ്പൊ എന്ത് കിട്ടി? 90/x ഈക്വൽ ടു 3/2. ഇപ്പൊ എന്ത് ചെയ്യാം? x ഈസ് ഈക്വൽ ടു 90 into 2/3. കറക്റ്റാ? 90 into
90 into 2 upon 3 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 3 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ എന്ത് കിട്ടും? 90 3യുടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് 30 കിട്ടി. 30 into 2 എന്ന് പറയുമ്പോൾ 60. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 60 ആയിരിക്കും. മുമ്പ് ചെയ്ത ഈ ഒരു സ്റ്റെപ്പിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ 8 upon 27 ഹോൾ റേസ് ടു മൈനസ് 1/3 എന്ന് പറയുന്നതിനെ 8/27 അല്ലെങ്കിൽ 1/8/27 ഹോൾ റേസ് ടു 1/3 എന്ന് എഴുതാം. ക്ലിയറാ? കാരണം a റേസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 1/a റേസ് ടു എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 1/8/27 ഡിനോമിനേറ്ററിലെ 27 എന്ത് ചെയ്യും? മോളിൽ പോയിട്ട് 27/8 ഹോൾ റേസ് ടു 1/3 എന്ന് കിട്ടും. സോ അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാണ്? ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 60 ആണ്. അടുത്തത് SN denotes the sum of first n terms of an EP if S40 equal to 1030, S12 equal to 57, then what is S30 minus S10? അതായത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ n ടേംസിന്റെ സം ആണ് SN എന്ന് പറയുന്നത്. S40 1030 തന്നിട്ടുണ്ട്. നമുക്ക് ആ SNന്റെ ഫസ്റ്റ് ടേം A ആയിട്ടും കോമൺ ഡിഫറൻസ് D ആയിട്ടും അസ്യൂം ചെയ്താൽ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ SN എന്ന് പറയുന്നത് n/2 into 2a plus n minus 1 into d ആണ്. അപ്പൊ നമ്മൾ S40 കണ്ടുപിടിച്ചാൽ S40 ഈക്വൽ ടു വാട്ട്? 40 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2a പ്ലസ് 40 മൈനസ് 1 എന്ന് പറയുമ്പോൾ 39d എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 40/2 എന്ന് പറയുന്നത് 20 ഇൻറ്റു 2a പ്ലസ് 39 ഇൻറ്റു d ദാറ്റ് ഈസ് ഈക്വൽ ടു 1030. ഈ പൂജ്യം ക്യാൻസൽ ചെയ്യാം. 2 അകത്തേക്ക് ഓപ്പൺ ചെയ്താൽ 4a പ്ലസ് 39 into 2 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? 78d ഈക്വൽ ടു 103 എന്ന് കിട്ടി. രണ്ടാമത് വന്നിരിക്കുന്നത് എന്താ? S12 57 ആണ്. അപ്പൊ അത് നമുക്ക് എന്ത് എഴുതാം? S12 ഈക്വൽ ടു 12/2 ഇൻറ്റു 2a പ്ലസ് 11d ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 2a പ്ലസ് 11d ഈക്വൽ ടു 57. ക്ലിയറാ? 6 കൊണ്ടും 57 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടി? 19 3 57. ഇത് 2 into 3 എന്ന് കിട്ടി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എന്ത് കിട്ടും? 4a plus 22d ഈസ് ഈക്വൽ ടു 19. 4a plus 22d ഈക്വൽ ടു 19. നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. എന്തൊക്കെ കിട്ടിയേ? 4a plus 79d 4a plus 78d ഈസ് ഈക്വൽ ടു 103 എന്ന് കിട്ടി. പിന്നെന്താണ്? 4a plus 22d എന്ന് പറയുന്നത് 19 എന്ന് കിട്ടി. രണ്ടിടത്ത് 4a കോമൺ ആണ്. മുകളിലത്തെ ഇക്വേഷൻ താഴത്തെ ഇക്വേഷൻ കുറച്ചാൽ 78d മൈനസ് 22d എന്ന് പറഞ്ഞാൽ 56d ഈക്വൽ ടു 109 നിന്ന് 19 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 84. അതായത് d ഈക്വൽ ടു 84 അപ്പോൾ 56 എന്ന് കിട്ടും. നമ്മളിപ്പോൾ 2 നോക്കുവാണെങ്കിൽ 2നെ നമ്മൾ 7 കൊണ്ട് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് വരും? സോറി വേണ്ട, 4 കൊണ്ട് ക്യാൻസൽ ചെയ്യും. 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ 4 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 21 4 84 അപ്പോൾ 56 എന്ന് പറയുന്നത് 14 4 56. സോ 21/14 എന്ന് വന്നു. 2നെ നമുക്ക് 7 കൊണ്ട് ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 3 അപ്പോൾ 2 എന്ന് കിട്ടി. d 3/2 കിട്ടി. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെ? 4a plus 22 into 3/2 ഈക്വൽ ടു 19. 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 11 കിട്ടി. 4a plus 33 ഈക്വൽ ടു 19. 4a ഈക്വൽ ടു 19 മൈനസ് 33 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 14. therefore a ഈക്വൽ ടു മൈനസ് 14/4 2 കൊണ്ട് വെട്ടിയാൽ മൈനസ് 7/2 എന്ന് കിട്ടി. നമുക്ക് എയുടെ വാല്യൂ കിട്ടി. എയുടെ വാല്യൂ ഡിയുടെ വാല്യൂ കിട്ടി. നമുക്കിനി വേണ്ടത് എത്രയാണ്? കണ്ടുപിടിക്കേണ്ട ഡിഫറൻസ് S30 മൈനസ് S10 ആണ്. അപ്പൊ നമ്മൾ നോക്കിക്കേ, S30 എന്ന് പറഞ്ഞാൽ n/2 30/2 ഇൻറ്റു 2a. 2a എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു മൈനസ് 7/2 പ്ലസ് 2 ഇൻറ്റു മൈനസ് 7/2. അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതിയിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നതാണ് ഇച്ചിരി എളുപ്പം. സോ നമുക്ക് ഇതങ്ങ് അവോയ്ഡ് ചെയ്യാം. എയും ബിയും അങ്ങനെ തന്നെ കൊടുക്കുക, കാരണം ഡിഫറൻസ് അല്ലേ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തെഴുതാം? 30/2 ഇൻറ്റു 2a പ്ലസ് 30 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 29d എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 15 ഇൻറ്റു 2a പ്ലസ് 29d ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 30a പ്ലസ് 15 ഇൻറ്റു 29. കറക്റ്റാ? നമുക്ക് എന്ത് കിട്ടി? 15 ഇൻറ്റു 29 എന്ന് വരും. അതായത് 435d എന്ന് വരും. ഇനി S10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10/2 ഇൻറ്റു 2a പ്ലസ് 9d എന്ന് കിട്ടും. 2a പ്ലസ് 9d എന്ന് കിട്ടും. 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് നമുക്ക് 5 കിട്ടി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 10a പ്ലസ് 45d എന്ന് വരും. 10a പ്ലസ് 45d.
അപ്പൊ എന്ത് കിട്ടി? S10 ഈസ് ഈക്വൽ ടു 10A പ്ലസ് 45D. ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കി. S30 മൈനസ് S10. അപ്പൊ 30Aയിൽ നിന്ന് 10A കുറച്ചാൽ 20A പ്ലസ് 435 നിന്ന് 45 കുറച്ചാൽ 390D എന്ന് കിട്ടും. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എയുടെ വാല്യൂ എന്താ? 20 ഇൻറ്റു മൈനസ് 7/2. 2 2 ക്യാൻസൽ ആയിപ്പോയി. ബാക്കി നമുക്ക് എന്തുണ്ട്? 2ഉം 20 ക്യാൻസൽ ആയി 10 ഉണ്ട് പ്ലസ് 390 ഇൻറ്റു ഡിയുടെ വാല്യൂ എന്താണ്? 3/2. ഓക്കെ, സോ നമ്മൾ ഈ പറയപ്പെടുന്ന 390യെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 390യെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് 195 കിട്ടി. 195 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 585. സോ നമുക്ക് എന്ത് കിട്ടി? -70 പ്ലസ് 585 ദാറ്റ് ഈസ് ഈക്വൽ ടു -1515 പ്ലസ് 515. 585 മൈനസ് 70 515 ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? അല്പം ലെന്തിയ പ്രൊപ്പോസിഷൻ ആണ്. സോൾവ് ചെയ്തെടുക്കാൻ അല്പം സമയം എടുക്കുകയും ചെയ്യും. ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ഒരു 5 ക്വസ്റ്റ്യൻ കൂടി കണ്ടു. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെ അഭിപ്രായം കൂടി കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.